ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് 2 രാജാക്കന്മാരുടെ അവസാനത്തെ പുസ്തകമാണ്, 25-ാം അധ്യായം. ഇതോടുകൂടി രാജാക്കന്മാരുടെ പുസ്തകം മുഴുവൻ നമ്മൾ വായിച്ചു കഴിയും. ഈ 25-ാം അധ്യായത്തിൽ ജെറുസലേമിൻ്റെ പതനത്തെക്കുറിച്ചും ബാബേൽ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ നെബൂഖദ്നേസർ കൊണ്ടുപോകുന്നതുമായ സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. സിദെക്കീയായുടെ കാലത്ത് ബാബിലോൺ രാജാവായിരുന്ന നെബൂഖദ്നേസർ സർവ്വവിധ സന്നാഹങ്ങളോടും കൂടി യെരുശലേം വന്ന് ആക്രമിക്കുകയാണ്. ആക്രമിച്ചിട്ട് അദ്ദേഹം അവിടെ ഉപരോധം ഏർപ്പെടുത്തുന്നു. ജനത്തിന് ഭക്ഷണമില്ലാത്ത ഒരു വലിയ സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഭക്ഷണ സാധനങ്ങളൊന്നും ആ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജനം വേറെ ബുദ്ധിമുട്ടിലായി. ഈ സമയത്ത് സിദെക്കീയ രാജാവും തൻ്റെ സൈന്യാധിപന്മാരും ഒക്കെ കൂടി അവരുടെ കോട്ടയ്ക്കുള്ളിൽ അല്ലെങ്കിൽ മതിലിനടിയിൽ ഒരു ചെറിയ വിള്ളലുണ്ടാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ നിന്ന് പുറത്തു കടന്നു. എന്നാൽ ഇത് നെബൂഖദ്നേസറിൻ്റെ പടയാളികൾ അത് തിരിച്ചറിയുകയും അവരുടെ പിന്നാലെ ചെല്ലുകയും സിദെക്കീയയുടെ മക്കളെ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് വധിക്കുകയും അദ്ദേഹത്തിൻ്റെ കണ്ണ് ചൂടിനെടുത്ത ശേഷം അദ്ദേഹത്തെ അടിമയായി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. 8 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ജെറുസലേം ദേവാലയം പൂർണ്ണമായി അവരെ നശിപ്പിക്കുകയാണ്. ദേവാലയവും രാജകൊട്ടാരവും വീടുകളെല്ലാം അഗ്നിക്ക് ഇരയാക്കുകയാണ്. അതിനുശേഷം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അവർ കൊള്ളയടിക്കുകയും ബാക്കിയെല്ലാം അവരവിടെ നശിപ്പിക്കുകയും ചെയ്യുന്നു. മിക്കവാറും ആളുകളെയെല്ലാം രാജാവിനോട് കൂറ് പ്രഖ്യാപിച്ച ജനത്തെയെല്ലാം അദ്ദേഹം ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ബാക്കിയുള്ളവരെ, വെറും ദരിദ്രരായ കുറേ ആളുകളുണ്ടായിരുന്നു, അവരെ ഇവിടെ ഉഴുവുകാരായും മുന്തിരിത്തോട്ടത്തിൻ്റെ പണിക്കാരായും അവരെ അവിടെ ആക്കിയിട്ട് കൊള്ളാവുന്ന ആളുകളെയും കരകൗശലക്കാരെയും അങ്ങനെ സ്കിൽഡ് വർക്കേഴ്സായിട്ടുള്ളവരെയെല്ലാം ബാബിലോണിലേക്ക് അടിമയായി കൊണ്ടുപോകുന്നതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ശലോമോൻ വളരെ അതിമനോഹരമായി പണിത യെരുശലേം ദേവാലയം, അതിലെ സ്തൂപങ്ങൾ, അതിലെ പാത്രങ്ങൾ, അദ്ദേഹത്തിന് അതിനകത്തുണ്ടായിരുന്ന ജലഭരണികൾ, അതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ആ ഓടുകൊണ്ടൊക്കെ അതൊക്കെ നിർമ്മിച്ചതിൻ്റെ വില നിർണ്ണയിക്കാനാവാത്ത വിധം വിലപിടിപ്പുള്ള സാധനങ്ങളായിരുന്നു. അതെല്ലാം അവരെ ഇവിടുന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇതിനൊക്കെ കാരണം എന്തെന്ന് ചോദിച്ചാൽ യഹോവയായ ദൈവത്തെ മറന്ന് ആ ദൈവാലയത്തിൽ പൂജാ വിഗ്രഹങ്ങളുണ്ടാക്കി യഹോവയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ആരാധന നടത്തുന്നു. നീതിയില്ലാത്ത രീതിയിൽ ഇതിനു മുമ്പുള്ള രാജാക്കന്മാരൊക്കെ പ്രവർത്തിക്കുന്നു. ഏതാനും രാജാക്കന്മാരൊഴികെ ബാക്കി എല്ലാവരും അനീതി പ്രവർത്തിച്ചവരാണ്, ദൈവത്തെ പ്രകോപിപ്പിച്ചവരാണ്. അതിൻ്റെ ശിക്ഷയാണ് സമൂഹം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നതും അടിമത്വവും ക്ഷാമവും ഒക്കെ അവർ അനുഭവിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇന്നലെയും നമ്മൾ ചിന്തിച്ചതുപോലെ നാം ആയിരിക്കുന്നതായ തലങ്ങളിലും പ്രവർത്തന മേഖലകളിലും നീതിബോധത്തോടും സത്യസന്ധതയോടും ദൈവാനുഭവത്തോടും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. ഇല്ല എങ്കിൽ അത് പ്രവർത്തിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല അത് ബാധിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാ ജനങ്ങളെയും അത് ബാധിക്കും. അപ്പോൾ ഞാൻ പാപം ചെയ്യുന്നത് എന്നോട് മാത്രമല്ല സമൂഹത്തോടു കൂടി ചെയ്യുന്ന പാപമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അനീതി നമ്മൾ പ്രവർത്തിക്കുമ്പോഴൊക്കെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ ഏറെ ഭരിക്കേണ്ടതാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്കറിയാം, ഏതാനും ചില രാജാക്കന്മാരൊഴികെ, സിദെക്കീയ പോലെയോ ജോസിയായെ പോലെയോ ദാവീദിനെ പോലെയോ അങ്ങനെ ഏതാനും ചില രാജാക്കന്മാരൊഴികെ ബാക്കി എല്ലാവരും അനീതി പ്രവർത്തിക്കുന്നവരായിരുന്നു.
കാരണം നമ്മൾ കണ്ടു, അധികാരവും സമ്പത്തും മനുഷ്യൻ്റെ കയ്യിൽ വന്നു കഴിയുമ്പോൾ പൈശാചിക പ്രലോഭനങ്ങൾക്ക് അവൻ വിധേയമായി മാറുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എളിമപ്പെടുകയും വിനയപ്പെടുകയും ചെയ്യുന്നത്. ഇവിടെ നീതി പ്രവർത്തിച്ച രാജാക്കന്മാരെക്കുറിച്ച്, ദാവീദിനെക്കുറിച്ച്, സലോമോനെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. അവർക്ക് അധികാരം കിട്ടിയപ്പോൾ ദൈവസ്ഥാനത്തിൽ അവർ കൂടുതൽ വിനയമുള്ളവരായും ദൈവത്തിന് കൂടുതൽ സമർപ്പിതരായും ജീവിപ്പാൻ അവരെ തന്നെ സമർപ്പിച്ചു. അതായിരുന്നു അവരുടെ അനുഗ്രഹം. അപ്പം ദൈവം നമുക്ക് തരുന്ന ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തിന് പരിപൂർണമായി വിധേയപ്പെട്ട ദൈവാനുഭവത്തോടെ ജീവിപ്പാൻ നമുക്കിടയാകണം. ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴും ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോഴും അതൊക്കെ നമ്മുടെ ജീവിതത്തെ അതുമായി താരതമ്യം ചെയ്യുവാനും അവർക്ക് വന്നുപോയ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതെ ആ നന്മകളെ പ്രദാനം ചെയ്യുന്നതായ നല്ല അനുഭവത്തോടെ ജീവിപ്പാൻ നമുക്കിടയാകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വേദവായനകളും പഠനങ്ങളൊക്കെ ശക്തീകരിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.